ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് ഫോർത്ത് ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊരു ലോങ് ഡേ ആണ്. നമ്മൾ ഇന്ന് ഈവനിങ് എല്ലാവരും കൂടി കൊച്ചിയിലേക്ക് പോവാണ്, എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രഷ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാനുണ്ട്. അമ്മ ഇന്ന് രാവിലെ തന്നെ കൊയിലാണ്ടിയിലേക്ക് പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാ പോയത്. അമ്മക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനും ആമിയും മാത്രമേ ഉള്ളൂ. നോർമലി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിക്കാറ്. ആമിക്ക് നമ്മൾ ചായ ഒന്നും കൊടുക്കാറില്ല കേട്ടോ, വെള്ള കൊടുക്കാറ്. നമ്മളിപ്പം ചായ കുടിക്കുന്ന ടൈം ആയാലും അവൾ അങ്ങനെ വാശിയൊന്നും കാണിക്കാറില്ല ചായ വേണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മളത് കൊടുക്കാനും നിൽക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോ ഇവളെ ടി വി ഒക്കെ കാണിച്ച് അവളെ ബാക്കിൽ നടന്ന് വേണം ഫുഡൊക്കെ കൊടുക്കാൻ. അത് തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ പ്രോസസ്സാണ്. അപ്പോഴേക്കും ദിവസത്തിന്റെ പകുതി കഴിയും. ഇവിടെ ഇപ്പൊ ഈ പരിസരത്ത് കുറച്ച് നാളായിട്ട് ഭയങ്കര പട്ടി ശല്യാണ്. അപ്പൊ ഇന്ന് മോർണിംഗ് കിച്ചു ഓഫീസിൽ പോവാൻ വേണ്ടി കീഞ്ഞപ്പോഴാണ് അവന്റെ ഷൂ പട്ടി കടിച്ചത്. അതുപോലെ തന്നെ അവന്റെ ഒരു ചെരുപ്പും പട്ടി കടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മളെ ചെരുപ്പൊന്നും കടിച്ചില്ല. കിച്ചുവിന്റെ 2 ചെരുപ്പ്, അവന്റെ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഇടുന്ന ഷൂവും അവന്റെ ഒരു ചെരുപ്പും ഇങ്ങനെ കടിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് പട്ടി കൊലയിൽ കേറാതിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടി വെച്ചതായിരുന്നു. അപ്പൊ അതൊക്കെ അവര് കേറി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതൊക്കെ റെഡിയാക്കണം. ഇപ്പം കുറച്ച് നാളായിട്ട് വല്ലാതെ പട്ടി ശല്യ. കാരണം നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ സത്യം പറഞ്ഞ ഇപ്പൊ പേടിയാ. ഇപ്പം ആമീനെയും കൂട്ടി പുറത്തിറങ്ങുവാന്ന് വെച്ചാല്, കാരണം ഇതെപ്പോഴാ അവര് പട്ടികൾ വരുവാന്ന് പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇപ്പം വലയൊക്കെ കെട്ടി ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈവനിങ് കൊച്ചിയിലേക്ക് പോവാണല്ലോ. അപ്പോ 2 ദിവസത്തേക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ വരുമ്പോഴേക്കും ഏത് അവസ്ഥയിലാ ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളിപ്പം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട്. ഇത് 2 ദിവസം മുന്നേ അലക്കി വെച്ച ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഇന്നത്തെ ദിവസത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നോർമലി ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ നൈറ്റാ ചെയ്യാറ്. എനിക്ക് ഇതൊക്കെ നൈറ്റ് ചെയ്യുന്നതാ ഇഷ്ടം. മോർണിംഗ് ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല. കാരണം മടിയാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്ത് വെക്കണം. ഇനി പിന്നെ പോവാനുള്ള ഡ്രസ്സൊക്കെ ബാഗിലാക്കി വെക്കാനുണ്ട്. ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്നലെ എനിക്ക് ചെറിയ ജലദോഷവും ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പോ കിച്ചു ഇന്ന് ഒരു 2 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുന്നേ എല്ലാം സെറ്റാക്കി വെക്കണം. ആമീന്റെ ബാഗൊക്കെ കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ. നമ്മളത് എന്റേതും കിച്ചുവിൻ്റെതും ഇനി സെറ്റാക്കണം. അമ്മേന്റെ ബാഗ് അമ്മ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ കൊയിലാണ്ടിയിൽ നിന്ന് വരുമ്പം അമ്മക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് കൊച്ചിയിൽ പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കറങ്ങാനൊക്കെ പോവല്ലോ. അപ്പോൾ അവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചെറിയ അൽക്കുലത്ത് പരിപാടിയിലാണ്. അതൊന്ന് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു ബെഡ്ഷീറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ മിഷ്യനിലാണ് ഇടാറ്. പക്ഷെ ഇപ്പം ആമി ഈ ബെഡിലൊക്കെ കയറി കളിക്കുന്നത് കൊണ്ട് അതിൽ നന്നായിട്ട് കറ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെഷീനിൽ ഇട്ടിട്ട് ആ കറയൊന്നും പോകുന്നില്ല. അപ്പോൾ ആ കല്ലിൽ തന്നെ അലക്കിയെടുക്കാന്ന് വിചാരിച്ചു. ഇനിയാണ് അടുത്തൊരു ടാസ്ക്. അടുത്തത് അവക്കൊന്ന് ചോറ് കൊടുക്കണം. അതിന് അടുത്ത ഒരു 1.5 മണിക്കൂറത്തെ പരിപാടി. ചോറ് കഴിക്കാനും പണിയാണ്. ഇപ്പൊ ചൂടായതുകൊണ്ട് ഇപ്പം ഒട്ടും കഴിക്കാറില്ല അവള്. ഫുഡൊക്കെ കഴിച്ച് ആമി മോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ഇനി ബാക്കിയുള്ള പരിപാടി നോക്കണം. ഇതെന്റെ ഡ്രസ്സാണ് കേട്ടോ. ഇനി ഇതൊക്കെ ബാഗിലാക്കി വെക്കണം. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇത്രയും ഡ്രസ്സ് എടുത്ത് പോകുന്നതെന്ന്. എനിക്കങ്ങനെയാണ്, കുറേ ഡ്രസ്സ് എടുത്തിട്ട് പോകണം. കാരണം നമ്മൾ അതെടുക്കായിരുന്നു എന്ന് വിചാരിക്കരുതല്ലോ. അപ്പൊ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. ഇതാ കിച്ചു എത്തി. 2 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ആള് 4 മണിക്കാണ് എത്തിയത്. ഇതാ എൻ്റെ അച്ഛനും എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് പുറപ്പെടാൻ പോവാണ്. ബാഗൊക്കെ കാറിലേക്ക് എടുത്തു വെക്കുവാണ്.
നമ്മളെല്ലാവരും റെഡിയായി സെറ്റായി കാറിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാ നമ്മള് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ നമ്മൾ ഇറങ്ങിയത് 5:30ക്ക്. ഇനി അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം നൈറ്റ് 12 മണിയാകും. നമ്മൾ ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈം അച്ഛൻ എപ്പോഴും നമ്മളെ വെക്കേഷന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അച്ഛൻ ആദ്യമൊക്കെ കൊച്ചിയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയോ കാരണവശാൽ അത് നടന്നില്ല. അപ്പൊ നമ്മള് പണ്ടൊക്കെ ഈ കൊച്ചിയിൽ പോവാന്ന് പറയുന്നത് വലിയൊരു ട്രിപ്പ് പോകുന്ന പോലെയായിരുന്നു. ഇങ്ങനെ ദൂരെ യാത്ര ചെയ്യല്ലേ. അപ്പൊ ട്രെയിനിലൊക്കെ ഇങ്ങനെ കുറേ മണിക്കൂർ ഇരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്യുന്നത്. അപ്പോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പന്ന് വെച്ചാല് ഏച്ചി ഇപ്പൊ അവിടെ ആയതുകൊണ്ട് നമ്മളിപ്പോ ഇടക്കിടക്കേ പോവും അങ്ങോട്ടേക്ക്. അപ്പൊ അത് വലിയ മീൻസ് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ നമ്മളെ വീട്ടിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് ആകെ ഒരു 10 മിനിറ്റ് ദൂരത്ത് പോകുന്ന പോലെയാണ് നമുക്കിപ്പോ അത് ഫീൽ ചെയ്യാറ്. കാരണം നമ്മൾ ഇടക്കിടക്ക് പോകുന്നത് കൊണ്ട് അതൊരു വലിയൊരു യാത്ര പോലെ ഒന്നും തോന്നാറില്ല. ഇപ്പൊ നൈറ്റ് ആയി. സമയം ഇപ്പൊ 8:30 ആയി. നമ്മൾ അതിന്റെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോ ഇനിയിപ്പോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു 12 1 മണി ആവും തോന്നുന്നു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്കിലൊക്കെ പെട്ടുപോയി. അതാണ്. ഏച്ചിയുടെ വീട് കറക്റ്റ് വരുന്നത് എറണാകുളം പുതുക്കലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ നമ്മൾ അവിടെ അവരുടെ വീട്ടിലേക്ക് എത്താറായി. ഇതാ എത്തി. ഇതാണ് അവരുടെ വീട്. സമയം ഇപ്പം 11:30 ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും പറഞ്ഞതിലും നേരത്തെ എത്തിയിട്ടുണ്ട്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതാണ് എൻ്റെ ചേച്ചി. ഇതാണ് ചേച്ചിയുടെ മോള്. ഇതാണ് അമ്മച്ചി. അവിടെ കാണുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അനിയത്തി. ഈ കാണുന്ന ആളാണ് നമ്മളെ ഫാമിലി ഫ്രണ്ട്. മൂപ്പര് നമ്മളെ എല്ലാ പരിപാടിയിലും ഉണ്ടാവാറുണ്ട്. എല്ലാവരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മളെല്ലാവരെയും പേഴ്സണലി പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ വീഡിയോയിലൂടെ. ഈ കാണുന്നതാണ് എൻ്റെ അമ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ ബൈ.